ഇതെന്താ? ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലല്ലോ. ദിസ് ഈസ് മൈ സ്റ്റൈൽ. ഈ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടി മസാല വേണം. ഇതൊക്കെ ആരെങ്കിലും കാണണ്ടേ? അതിനു വേണ്ടിയിട്ടാണിത്. ഈ സീനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും ആരെങ്കിലും തിയേറ്ററിൽ വന്നാലോ? പേടിയാവുന്നു പ്രൊഫസർ. എന്തിനാണ് ഈ സിനിമ ഇങ്ങനെ നശിപ്പിക്കണേ? ബിസിനസ്. ഇതൊക്കെ കുത്തിക്കയറ്റിയ ആരെങ്കിലൊക്കെ വരും, കളക്ഷൻ കൂടും, ഈ സിനിമ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് മാറും. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. 18 വയസ്സിന് താഴെയുള്ളവർ ദയവായി ഈ വീഡിയോ കാണരുത്. സത്യമായിട്ട് പറയുവാ, മാണം പോയാൽ തിരിച്ചു വരില്ല. പിന്നെ നിന്റെ ഇഷ്ടം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേരാണ് സൈലന്റ് വാലി. പേര് കേൾക്കുമ്പോൾ ഇതൊരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ത്രില്ലർ പടമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കണ്ടില്ലേ? അപ്പൊ പടത്തിന്റെ ഒരു സെറ്റപ്പ് എന്താന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ കണ്ണടച്ചോളൂ. അയ്യോ വേണ്ട, ഇത് നന്നായിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നത് ഒരു ഹോട്ടൽ കാണിച്ചുകൊണ്ടാണ്. അവിടെ റോയ് എന്ന ചെറുപ്പക്കാരൻ അവന്റെ കാമുകിയായ സ്വാതിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതൊക്കെ വേറൊരു ചേച്ചി ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ പേരാണ് ഷബാന. കുറച്ചു നാളത്തേക്ക് ഞാനും നീ ഒരുപോലെ എൻജോയ് ചെയ്തു. അല്ലാതെ ഇതിനൊരു മാരേജിലേക്കൊന്നും വലിച്ചു നീട്ടണ്ട. റോയി ഒരുപാട് പേരെ മനസ്സിലാക്കിയിട്ടുണ്ടടി മോളെ. അതിനെല്ലാം കയറി കേട്ടാൻ നിന്നാലേ എന്റെ വീട് ഭാര്യമാരെ കൊണ്ട് നിറയും. അപ്പൊ റോയ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കൂടാവുന്നേ. അങ്ങനെ റോയിയുടെ വേണ്ടപ്പെട്ടതെല്ലാം സ്വാതി ചവിട്ടിയുടച്ചു. അവിടെ വെച്ച് റോയും സ്വാതിയും തമ്മിൽ ഒരു സംഘട്ടനം. അങ്ങനെ ബോധം പോയ സ്വാതിയെ ഷബാന അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അപ്പോ? ബാക്കി കൂടി കണ്ടു നോക്കാം. വിഷമിക്കാതെ, ഇത് പെയിൻ കില്ലർ ആകട്ടോ. ഒരു പരിചയമില്ലാത്ത ഒരാള് പെയിൻ കില്ലർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു സിറിഞ്ച് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും സ്വാതി അത് കുത്താൻ വേണ്ടി കൈ നീട്ടിക്കൊടുത്തു. ഈ ഷബാന പച്ച ചാണകം വാരി തന്നാ നീ തിന്നോ? ഇത് പെയിൻ കില്ലർ ആകട്ടോ. ടോയ്ലറ്റ് പോകണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. മാത്രമല്ല സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുത്തു. നിങ്ങൾ വലിയ മനുഷ്യനാണ് എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ടൂണ് വന്നത്. കളി തുടങ്ങി. Did you expect this? Hey, it's just a beginning. നിർത്ത്. എന്നാലും ആരാ എന്താന്ന് പോലും അറിയാത്ത ഇവരുടെ കൂടെ, അതും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നൊരു പാട്ടാണ്. ഓടിക്കളിക്കുമ്പം ഞാനോടും ഞാനോടും പിന്നിൽ നീയോടും. ഓടിക്കളിക്കുമ്പം ഞാനോടും ഞാനോടും പിന്നിൽ നീയോടും. നിർത്ത്. വേണമെങ്കിൽ മതി. സ്വാതി, നീ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. അതിന് സ്ഥലം കാണാനല്ലല്ലോ നിങ്ങൾക്ക് താല്പര്യം. എന്നെ കൊണ്ട് പറയിക്കണോ? നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. അല്ല സ്വാതി, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇവര് രണ്ടുപേരും കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുമ്പോ അതാ പൊരിവെയിലത്ത് പാറയുടെ മുകളിൽ ഒരാൾ ഒറ്റയ്ക്ക് ഉണങ്ങാനിരിക്കുന്നു. ഒരു ചെറിയ കോമഡി നിനക്കിപ്പോ കാണിച്ചു തരാം. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ஆமா, நீ ஏன் அப்படி நடக்கிற? உனக்கு என்ன பைல்ஸா? இல்ல, ஸ்டைல்ஸ். മതി മതി മതി, നിർത്ത്, അവിടെ വെച്ച് നിർത്ത്, മതി. ഈ അൺബോക്സിംഗ് കാണാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ ഒരു സിനിമയാണോ? എന്തൊക്കെയാണോ എടുത്തു വെച്ചേക്കണ്? താൻ എന്താ ഉദ്ദേശിച്ചേ? പറയാ കേൾക്കാലോ. അല്ല, എന്ത് ഇതൊക്കെ? എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിനക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോടാ. പണ്ടാരങ്ങളെ പുരുഷന്മാരെ ഇതുപോലെ ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനത്തെ പടങ്ങൾ റോസ്റ്റ് ചെയ്യാൻ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ആ കുന്നിന്റെ മുകളിൽ ഇവർ ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത്. നീതു. ഹായ് നീതു. ഇത് നീതു, കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. നീതുവിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്ക്. എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ കോഫി എടുക്കാം. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. A few moments later. ആ നീതു, നിനക്ക് സ്വിമ്മിംഗ് അറിയില്ലേ? ഇല്ലടേ, എനിക്കറിയില്ല. ആഹാ, എന്നാ നിന്നെ ഇന്ന് സ്വിമ്മിംഗ് പഠിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. നീന്തൽ അറിയാത്ത നീതുവിനെ അങ്ങനെ ഇവരൊക്കെ കൂടി നീന്തൽ പഠിപ്പിക്കാൻ പോവുകയാണ്. ഈ ലൈഫ് ഒരാണുമായി പങ്കുവെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ അല്ല. അത് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അവള് കേറി പോവണ. എന്താ ഇത്? നീതുവിന് അത് ഇഷ്ടായില്ല. അവള് ശക്തമായി പ്രതികരിച്ചു. എന്താ ഇത്? പതുക്കെ. 5-10 മിനിറ്റ് നേരത്തെ കാലതാമസം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അത്രേ വേണ്ടൂ. സ്വാതി, വിട്. നീ എങ്ങനെയാണ് ഇവളോട്ട് ഇവിടെ കഴിയുന്നത്? എനിക്കൊരു താല്പര്യം തോന്നിയിട്ട് ഞാനത് അനുഭവിക്കാതെ നീ ഇവിടുന്ന് പോവാ? നിനക്ക് ഭ്രാന്താണ്. 100% ഞാൻ യോജിക്കുന്നു. പിന്നെ അവിടെ ഒരു ഫൈറ്റാണ്. ഫൈറ്റിന്റെ അവസാനം നീതു മരിച്ചു. അല്ല, നീതുവിനെ ഈ ഭ്രാന്തി പെണ്ണ് കൊന്നു. സ്വന്തം കൂട്ടുകാരിയെ ശബാന മുക്കിക്കൊല്ലുന്നത് സ്വാതി നോക്കി നിന്നു. നല്ല കൂട്ടുകാരി. അങ്ങനെ നീതു മരിച്ചെങ്കിലും നീതുവിനെ വെറുതെ വിടാൻ ശബാന തയ്യാറാവുന്നില്ല. എന്തൊക്കെയാണോ ഈ എടുത്തു വെച്ചേക്കണത്? മുത്തുച്ചിപ്പി പോലൊരു പടെടുത്ത് വെച്ചിട്ട് അവന്റെ പൊന്നാരം. അങ്ങനെ ശബാനയെ വെറുത്തുപോയ സ്വാതി ബാഗ് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സ്വന്തമായിട്ടൊരു വീടുള്ള കാര്യം ഇപ്പോഴാണ് ഈ പെണ്ണിന് ഓർമ്മ വന്നത്. പക്ഷേ ആ പോക്ക് നടക്കുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. എന്തോ വലിയ ത്യാഗം ചെയ്ത പോലാണല്ലോ സംസാരിക്കുന്നേ. ശബാന, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ആ, എനിക്കറിയില്ല. സ്ക്രിപ്റ്റിലുള്ളത് ഞാൻ ചെയ്യുന്നു, അത്രമാത്രം അല്ലേ? നിന്നെ എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ്. ശബാനയുടെ ഈ പ്രകടനത്തിൽ സ്വാതി അവളുടെ തിരിച്ചുപോക്ക് വേണ്ടാന്ന് വെച്ചു. മന്ദബുദ്ധി. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. വീണ്ടും ആ കുന്നിന്റെ മുകളിലേക്ക് മറ്റു രണ്ടുപേര് കൂടി വരുന്നു. സൂര്യയും അയാളുടെ ഭാര്യ റീനയും. ഒരു ഡ്യൂറ്റ് പാടി നടക്കാനുള്ള മൂഡിന്റെ. അവിടെ വെച്ച് കുറച്ച് ഗുണ്ടകൾ റീനയെ ആക്രമിക്കുകയാണ്. അത് തടയാൻ സൂര്യയുടെ ഒരു മാസ് ഫൈറ്റ്. അവശരായ സൂര്യയും റീനയും അങ്ങനെ ശബാനയുടെ കണ്ണിൽ പെടുകയാണ്. ഓ, അതിലും ഭേദം അവര് ചാവുകയായിരുന്നു. ഒന്നും കാര്യമില്ല, അത് പോയി. സൂര്യയെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന ശബാന അവനെ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അന്ന് കൊന്നേക്ക ഇവനെ. എന്താ നിനക്കൊരു സോഫ്റ്റ് കോർണർ? ശരി, ഇതുവരെ കണ്ടതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാ ശബാനയ്ക്ക് ഇയാളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഇവൻ അവിടെ ഇട്ടിട്ട് അയാളുടെ ഭാര്യയെ മാത്രം തട്ടിക്കൊണ്ടുവന്നാ മതി. ഇത് അയാളെ വലിച്ചു കെട്ടി ഇതുവരെ കൊണ്ടുവന്ന് കസാരയിൽ കെട്ടിയിട്ട് കത്തി കൊണ്ട് കുത്തിക്കൊല്ലാൻ നോക്കുകയാണ്. സൂര്യയെ കൊല്ലാൻ സ്വാതിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അതേസമയം മറ്റൊരിടത്ത് എന്താ കൂടുന്ന മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. എന്തേച്ചി, ശ്വാസമുട്ടലുണ്ടോ? ഇപ്പൊ ചാവൂ. പിറ്റേന്ന് നേരം വെളുത്തു. സ്വാതി സൂര്യയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി. നോക്കുമ്പണ്ട് മറ്റൊരു വഴി കൂടെ സൂര്യയുടെ ഭാര്യയും രക്ഷപ്പെട്ടിരിക്കുന്നു. അവിടെ ഈ സിനിമയുടെ ഇന്റർവെൽ. ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കേറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. പിന്നെന്താ, കാട്ടിലൂടെ സൂര്യയും സ്വാതിയും ഓടും. ശബാന വേറൊരു വഴിക്ക് ഓടും. സൂര്യയുടെ ഭാര്യ മറ്റേതോ വഴിയിലൂടെ ഓടും. ഇത് കണ്ടോണ്ടിരിക്കണം നമുക്കും ഇതൊക്കെ നിർത്തിയിട്ട് ഏതെങ്കിലും വഴി കൂടെ ഓടാൻ തോന്നും. പക്ഷെ ഓടരുത്, ഈ സിനിമ മുഴുവൻ കാണണം. അങ്ങനെ ഞാൻ മാത്രം സഹിച്ച പോരല്ലോ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു ഉണക്കപ്പാട്ട് കേറി വരും. ഒടുവിൽ ശബാനയുടെ കുത്തുകൊണ്ട് സ്വാതി മരിക്കുകയാണ്. സൂര്യയുടെ ഭാര്യയും കൊണ്ട് ശബാന ബോട്ടിൽ കയറി എങ്ങോട്ടോ പോവുകയാണ്. ബെസ്റ്റ്. നീ ഇത് ചവിട്ടി തുഴഞ്ഞു വരുമ്പോഴേക്കും റീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അങ്ങനെ സൂര്യ ചത്തു, അയാളുടെ ഭാര്യയായ റീനയും ചത്തു, സ്വാതിയും ചത്തു.
ആക്ച്വലി ഇവരൊന്നും ചത്തതല്ല, ഈ പ്രാന്തി പെണ്ണ് കൊന്നതാണ്. മരിച്ചുപോയ സ്വാതിയുടെ ശവവുമായി ഷബാന വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയി. ഒടുവിൽ ഷബാന അവളുടെ ഡെഡ് ബോഡി കളക്ഷനിലേക്ക് സ്വാതിയെയും എടുത്തു വെക്കുകയാണ്. പിന്നീട് ആവശ്യം വന്നാലോ? അയ്യോ കവിളമ്മേ, എനിക്ക് പേടിയായിട്ട് വയ്യ, ഒന്ന് പോടോ. പിന്നെന്താ, ഷബാന അടുത്ത ഇരയെയും തേടി വീണ്ടും മലയുടെ മൂട്ടിലേക്ക്. അങ്ങനെ ഈ സിനിമ അവിടെ വെച്ച് അവസാനിച്ചു. ഇത് എടുത്തു വെച്ചവൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു ലെസ്ബിയൻ സൈക്കോ സ്ത്രീകളെ കൊല്ലുന്നു, പിന്നെയും കൊല്ലുന്നു, കൊന്നോണ്ടേയിരിക്കുന്നു. 2% കഥയും ബാക്കിയൊക്കെ. എന്തിനാണ് ഈ പടത്തിന് സൈലന്റ് വാലി എന്നുള്ള പേര്? വെറുതെ ആ നല്ല സ്ഥലത്തിന്റെ വില കൂടി കളയാൻ വേണ്ടിട്ട്. സൈലന്റ് വാലി എന്ന പേര് കേട്ടപ്പോ ഒരു അഡ്വഞ്ചർ ത്രില്ലർ പ്രതീക്ഷിച്ചത് എന്റെ തെറ്റാണ്. ഏതോ ഒരു ബംഗാളി ചാണകത്തിൽ തലമുക്കി കോപ്രായം കാണിച്ച ഒരു വീഡിയോ ഞാൻ പണ്ട് യൂട്യൂബിൽ ഇട്ടപ്പോ അത് ആളുകളെ മോശമായ രീതിയിൽ സ്വാധീനിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്ട്രൈക്ക് തന്ന യൂട്യൂബ് ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടതായി ഭാവിക്കുന്നില്ല. ഇതൊന്നും പിന്നെ ആരെയും സ്വാധീനിക്കില്ലല്ലോ. ഇത് കണ്ടവരൊക്കെ നേരെ പോയി ഭജന പാടായിരിക്കണ്ടാവില്ലേ? ഇത്തരം സിനിമകൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്നത് സങ്കടകരമാണ്. ഇനിയും ഇതൊക്കെ നമ്മുടെ തലയിലെഴുത്താണെന്ന് കരുതി സമാധാനിക്കാൻ ഞാൻ തയ്യാറല്ല. മറ്റൊരു ചവറുമായി ഞാൻ വീണ്ടും വരും. നിലവിന്റെ തുണയേ